ഹായ്, ഞങ്ങൾ ഉള്ളിൽ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് വന്നിട്ട് സൈഡിലൊക്കെ വന്നിരുന്ന് കാഴ്ചകൾ കാണാണ്. അങ്ങനെ വന്നിരുന്ന് പുറത്തെ കാഴ്ചകൾ കാണുമ്പോൾ അതിനും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ബോട്ടുകളൊക്കെ സൈഡിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്നു. അത് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് നിർത്തിയിട്ടിരിക്കുന്നു കേട്ടോ. ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണല്ലേ. കായലിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ ഒഴുകി നടക്കണം. ഇതിലൊക്കെ അത്യാവശ്യം ഫുള്ളായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ പുറമെ ഇങ്ങനെ പുറത്തൊക്കെ വന്നിട്ട് ഞങ്ങൾ കാഴ്ചകൾ കാണുമ്പോൾ നല്ല അടിപൊളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് പാട്ടുകൾ കേട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ പാട്ട് വെച്ചപ്പോൾ ജയേച്ചിയും ബെന്നിയണ്ണൊക്കെ അന്ന് എന്താ പറയുക, ഒരു സ്ലോ ആയിട്ടുള്ള ഡാൻസാണ് കളിക്കുന്നത്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ഒരു കൂട്ടത്തിൽ കൂടിയില്ല, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഈ കാണുന്നത് കംപ്ലീറ്റ് പല സൈഡിലായിട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് ഹൗസ് ബോട്ടുകൾ. ചിലതിൽ ഫുള്ള് ആൾക്കാരുണ്ട്, ചിലതിൽ ഇതേപോലെയൊക്കെ തന്നെ ഞങ്ങളെ പോലെ ചില ആൾക്കാർക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാവും പകുതി ആൾക്കാർ അങ്ങനെ. ലക്ഷറി ആയിട്ടുള്ള ഹൗസ് ബോട്ടും ഉണ്ട്, പിന്നെ ഒരുപാട് അത്യാവശ്യം വലിപ്പമുള്ളതായിട്ടുള്ള, അതായത് കുറേ ആൾക്കാരൊക്കെ ഉള്ളതൊക്കെ ആയിരിക്കും. കുറേ ആൾക്കാരെ ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള ഹൗസ് ബോട്ടുകളായിരിക്കും അത്. അപ്പോൾ ലക്ഷറിയൊക്കെ ആകുമ്പോൾ പിന്നെ അതിൻ്റേതായുള്ള എമൗണ്ട് എന്തായാലും ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങൾ 27 ആൾക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത ഹൗസ് ബോട്ടാണ്. അതിൽ കുറച്ച് 5-6 ആൾക്ക് ഓരോ സാഹചര്യം ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ കുറേ ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്കൊരാൾക്ക് പൈസ എടുക്കുമ്പോൾ പൈസയൊക്കെ അധികമൊന്നും വരില്ല. ഞങ്ങൾക്ക് ഇതിൽ ഒരാൾക്ക് 900 രൂപയാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 900 രൂപ കൊടുത്തിട്ട് വരിക എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള കുറേ ആൾക്കാരൊക്കെ ആകുമ്പോഴേ അങ്ങനെ പറ്റുള്ളൂ, അല്ലാതെ പിന്നെ എമൗണ്ട് കൂടുതലാകുമല്ലോ. അപ്പോൾ ഇതുപോലത്തെ അവസരങ്ങൾ മിസ്സാക്കാതെ ഇരുന്നു അത്രയേ ഉള്ളൂ. ചില സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ. പിന്നെ ഇപ്പം ഈ പുറത്തെ കാഴ്ചകൾ എല്ലാവരും കൂടിയിട്ട് കാണാൻ വന്ന് നിൽക്കുകയാണ്. അതായത് അടുത്ത് വരുന്ന ഹൗസ് ബോട്ടിലൊക്കെ ഇതുപോലെ പാട്ടും ഒക്കെ ഉറക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ഡാൻസ് കളിച്ച് വരികയാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ഞങ്ങളും കളിക്കും. അത് ഒരു രസം തന്നെയായിരുന്നു അല്ലേ. ഞങ്ങൾക്കത് ഭയങ്കര രസമായിട്ട് തോന്നിയത്. പിന്നെ ഞങ്ങൾ അടുത്തു കൂടെ പോകുന്നതും ഓപ്പോസിറ്റ് വരുന്നതും അതിൽ ഹൗസ് ബോട്ടിലൊക്കെ എല്ലാവരും നല്ല പാട്ടൊക്കെ നല്ല ഉറക്കെ വെച്ചിട്ട് ഇതേപോലെ തന്നെ എല്ലാവരും നമ്മൾ പുറത്തേക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻജോയ് ചെയ്തിട്ടേ നമുക്ക് വരുന്നതിന് കാര്യമുള്ളൂ. അപ്പോൾ അത് പിന്നെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, അതായിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ വീടിൻ്റെ മുന്നിൽ ചേട്ടന്മാർ 2 പൂച്ചകൾ സൈഡിലുണ്ട്, അവർ മീൻ പിടിക്കാനിരിക്കുകയാണ്. അത് പിന്നെ അടുത്തുനിന്ന് വീഡിയോ എടുക്കാനും കഴിഞ്ഞില്ല. നമ്മൾ ഈ സൈഡിലൊക്കെ ഉണ്ടായിട്ട് തൊട്ട് പിന്നിൽ പാടാണ്. ഈ ഓരോ ലൈനിലെ ഓരോ വീടുകൾ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കി അതിൻ്റെ തൊട്ട് പിന്നിലും പാടാണ്. മുന്നിൽ നോക്കി കഴിഞ്ഞാൽ കായൽ നിറഞ്ഞു നിൽക്കുന്ന കായലുമാണ്. കണ്ടു കഴിഞ്ഞാൽ എനിക്കത് അത്ഭുതം തോന്നും. കാരണം എന്താ വെച്ചാൽ ഇത്രയും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തൊട്ടപ്പുറത്തെ കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നമ്മളൊരു വലിയ റോഡ് അത്രയൊക്കെ തന്നെ വരും. അത് നീളനായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, നീളൻ സൈഡിലൂടെയാണ് ഇവരെ വീടുകൾ, ഓരോ വീടാണ് ഓരോ ലൈനിൽ വരുന്നുള്ളൂ. ബാക്കിലേക്കും ഉണ്ടാവില്ല, ഫ്രണ്ടിലേക്കും ഉണ്ടാവില്ല, സൈഡായിട്ട് ഇങ്ങനെ ഓരോ വീട് ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് കാണാനൊക്കെ നല്ല രസം തന്നെ. മഴക്കാലത്തായിരിക്കും ചിലപ്പോൾ അവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സ്പീഡ് ബോട്ടുകാർ നമ്മളെ ഹൗസ് ബോട്ടിന് റൗണ്ട് അടിച്ച് വരികയാണ്. കാരണം അവർക്ക് ആളെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊന്നും അവർക്ക് അത്യാവശ്യം എന്തായാലും നല്ല ഒരു വരുമാനമാണ് കേട്ടോ.